രാജുട്ടാ, എന്റെ ചേട്ടൻ എന്ന് വരും? ശോഭ വിഷമിക്കരുത്. 6 മാസം വളരെ പെട്ടെന്ന് പോവില്ലേ? 6 മാസം ഞാനിവിടെ ഒറ്റയ്ക്ക്? അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ശോഭ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. വിരോധമില്ലെങ്കിൽ ശോഭയ്ക്ക് എന്റെ കൂടെ വരാം. ആദ്യം എനിക്കെന്റെ ചേട്ടനൊന്ന് കാണണം. രാജുവേട്ടന് എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി കാണിക്കാമോ? നാം തമ്മിലുള്ള എളുപ്പം ചേട്ടൻ അറിഞ്ഞുകൂടാ. ഞാൻ കൂടെ വന്നാൽ അത് കൂടുതൽ കുഴപ്പമാവും. എന്തായാലും എനിക്കെന്റെ ചേട്ടനെ ഒന്ന് കാണണം. ശോഭ മാത്രം പോയി ചേട്ടനെ കണ്ടാൽ മതി. അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. എന്താ പോരെ? നീ എന്തിനാ ശോഭ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ, ചേട്ടൻ ജയിലിലാണെന്ന് കരുതിയിട്ടാണ്. ചുമ്മാ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കല്ലേ? താടിയൊക്കെ ഒന്ന് മിനുങ്ങുമ്പോ ഞാൻ അങ്ങോട്ട് വരില്ലേ? അതിന് നീ ഇങ്ങനെ കരഞ്ഞാലോ? നീ കൂടെ വേണേ ചേട്ടൻ്റെ കൂടെ 2 ദിവസം ഇവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് സുഖമായിട്ട് നമുക്ക് 2 കൂടെ തിരിച്ചു പോവാം. ചേട്ടന്റെ മോളല്ലേ, കരയരുത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മോൾ ചെല്ല്. ആ പിന്നെ ചേട്ടൻ വരുന്നത് വരെ നമ്മുടെ കല്യാണിയമ്മ വിളിച്ച് വീട്ടിൽ നിർത്തും. കണ്ടോ എന്തു പറഞ്ഞു? Stop. How fit to landing? Okay. Yes. Okay. Certain. ചേട്ടൻ ഇന്നലെ എവിടെയായിരുന്നു? മിണ്ടാതെയും പറയാതെയാണോ ഒരിടത്ത് പോകുന്നത്? ഞാൻ കോട്ടയത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയിരുന്നതാണ്. ഇൻവെസ്റ്റിഗേഷനോ? ഇന്നലെ കോട്ടയത്ത് മാർപ്പാപ്പയെ കാണാൻ പോയിരുന്നു. ക്രൗഡ്. എന്തൊരു തിരക്കായിരുന്നു. ഹോട്ടലിൽ ഒറ്റ റൂം കിട്ടാനില്ല. വിഷമിച്ചു പോയി. പിന്നെ എവിടെ കിടന്നു? എനിക്കാണോ കിടക്കാൻ സ്ഥലം കിട്ടാത്തത്? ഞാൻ മലയാള മനോരമയിൽ കിടന്നു. മനോരമയിലോ? മനോരമയിൽ നിനക്കാരാ ഉള്ളു? ആളിയെ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. 4 മലയാള മനോരമ പത്രം വാങ്ങി ബസ് സ്റ്റാൻഡിൽ വിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ. എന്തിനാ ഇവിടെ വന്നത്? ക്ഷമിക്കണം സാർ, റേഡിയേറ്ററിൽ വെള്ളം തീർന്നു പോയി. കുറച്ച് വെള്ളം തരണം. അത്യാവശ്യമായി ഒരിടത്ത് പോകാനുള്ളതുകൊണ്ടാണ്. കുറച്ച് വെള്ളം എടുത്ത് ടിന്നി വെച്ചാലെന്താ? ഇവിടെ ഇവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ. കുറച്ച് തരാം. കണ്ടിട്ട് വലിയ മാന്യനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വാനിൽ ഒഴിച്ചാലേ നിന്റെ വാൻ ഓടും. അല്ലടാ, നിങ്ങളാണോ മിസ്റ്റർ ഇതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ,
നമ്മുടെ ജയിലിന്റെ സെറ്റപ്പ് ഒട്ടും ശരിയല്ല. ജയിലിങ്ങനെ കരിങ്കല്ല് കൊണ്ട് അടച്ചു പൂട്ടിയതായിരിക്കരുത്, വിശാലമായി തുറന്നിടണം. അപ്പോൾ ആർക്കും ഓടിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല. യു നോ മൈ വേർഡ്സ് മീനിങ്? ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷേ അളിയനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടറയിലെ കൊലപാതകം എന്ന ഡിറ്റക്റ്റീവ് നോവലിൽ കുറ്റവാളികളെ എങ്ങനെ തടവിലാക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. അളിയൻ അതിലെ ഓരോ ഇൻസിഡൻസും വായിച്ചു നോക്കി അതുപോലെ പ്രവർത്തിക്കുക. നിന്റെ ഈ വട്ടം നിർത്താമോ? ഇറ്റ് ഈസ് നോട്ട് മറ്റ്. ഐ ആം മോസ്റ്റ് എക്സെൻട്രിക്. ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ? വാട്ട് യു മീൻ? ഓക്കേ ഓക്കേ. രാജുട്ടാ, രാജുട്ടാ, എന്താ രാജുട്ടിന് എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, എന്താ ഉണ്ട്? എന്നിൽ നിന്ന് ഒളിക്കുക. ശോഭെ, എന്നോട് ക്ഷമിക്കൂ. എന്നെ കുറിച്ച് നീ അറിയാത്തൊരു സത്യമുണ്ട്. നിന്റെ ചേട്ടനെ പോലെ തന്നെ ആ ബാങ്ക് കവർച്ചയിൽ ഞാനും പങ്കാളിയാണ്. നീ ഇത് കണ്ടോ? പക്ഷെ പോലീസിന് എന്നെ പ്രതിയാക്കാനുള്ള തെളിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലായില്ല. തെറ്റായ വഴിയിൽ പണം സമ്പാദിക്കാനുള്ള മോഹം കൊണ്ടല്ല. ജീവിക്കാനുള്ള യാത്രക്കിടയിൽ ഞാൻ ഷുക്കൂറിന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിപ്പോയി. കൊള്ളയടിക്കപ്പെട്ട രൂപ എന്റെ കയ്യിലാണ്. ഞാൻ ആ പണം ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഷുക്കൂർ ഏത് നിമിഷം എന്നെ തേടി വരും. എന്റെ ചേട്ടനും ഇങ്ങനെയായി. എനിക്ക് രാജുട്ടിനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ശോഭെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഷുക്കൂറിനെ പണം തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാം. സത്യം. എന്റെ പണം എവിടെ? പണം ഞാൻ ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഷുക്കൂർ. നീ പറയുന്നത് സത്യമാണോ? അതെ. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നീ വേഗം പോയി പണം എടുത്തോണ്ട് വാ. ഇന്ന് ശനിയാഴ്ചയാണ്. ബാങ്ക് സമയം കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ചയെ കിട്ടൂ. എന്നെ കബളിപ്പിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, സത്യമാണ്. ഏതാടാ ഈ പെണ്ണ്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. നിന്റെ കാമുകിയല്ലേ? നീ പേടിക്കണ്ട. നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിനക്കെന്നെയും വിശ്വസിക്കാം. നീ പണം കൊണ്ടുവരുന്നത് വരെ ഇവളെന്റെ കസ്റ്റഡിയിലിരിക്കാം. കേട്ടെ? വേണ്ട ഷുക്കൂർ, വേണ്ട. ഞാൻ തിങ്കളാഴ്ച രാവിലെ വരെ പണം കൊണ്ടുതരും. എന്നാൽ അന്ന് നിനക്ക് ഇവളെ കൊണ്ടുപോകാം. സാർ, എന്റെ ലോക്കറിന്റെ താക്കോലൊന്ന് വേണം. C25. സോറി, ബാങ്ക് ടൈം കഴിഞ്ഞു. ഞങ്ങൾക്ക് പോകാൻ തുടങ്ങുക. സാർ, അങ്ങനെ പറയരുത് സാർ. അത്യാവശ്യമാണ്. പ്ലീസ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. മാനേജർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സാർ, എന്നെ എങ്ങനെയും സഹായിക്കണം സാർ. പ്ലീസ്. പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന്. ഹലോ, രാജുവാണ്. ഞാൻ ബാങ്കിൽ ചെന്നിരുന്നു. തിങ്കളാഴ്ച രൂപ കിട്ടുള്ളൂ. തിങ്കളാഴ്ച ബാങ്ക് തുറന്നാൽ ആ നിമിഷം ഞാൻ രൂപ എത്തിക്കാം ഷുക്കൂർ. എത്തിച്ചാൽ നിനക്ക് നല്ലത്. ഷുക്കൂർ, എന്റെ ശോഭയെ വിട്ടയക്കണം. അവളെ ഒന്നും ചെയ്യരുതേ. പണം കൊണ്ടുവരുന്ന ആ നിമിഷം ഞാൻ അവളെ വിടാം.